ISL മത്സരങ്ങളിലെ അനിശ്ചിതത്വവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. വാടക കൂട്ടിയതും അതിനെ തുടർന്നുണ്ട് ഓൺലൈനായ വാർത്താ സമ്മേളനവും അങ്ങനെ എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും തൽക്കാലത്തേക്ക് വിരാമമിടുകയാണ്. ISL പുതിയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മാച്ച് കൊച്ചിയിൽ ഇന്ന് നടക്കും. ഒഡീഷയാണ് എതിരാളികൾ. GCDയെ കുത്തനെ കൂട്ടിയ വാടക നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറായതോടെയാണ് പ്രതിസന്ധി നീങ്ങിയത്. ആവശ്യപ്പെട്ട തുകയുടെ ഒരു ഭാഗം ഉടൻ അടയ്ക്കുകയും ബാക്കി തുകയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് സാവകാശം ചോദിക്കുകയും ചെയ്തു. ബാക്കി തുക ഒരാഴ്ചയ്ക്കകം അടയ്ക്കണമെന്ന് GCD ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നിന്ന് ഗോപിക അരവിന്ദ് വിവരങ്ങൾ നൽകും. ഗോപിക, അങ്ങനെ മത്സരങ്ങൾ ആകെ അനിശ്ചിതത്വത്തിലായിരുന്നു. ഗ്രൗണ്ട് മാറ്റുമോ, മറ്റെവിടെയെങ്കിലും മത്സരം നടക്കുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും വിരാമമായിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കലൂരിൽ തന്നെ നടക്കും. അപ്പോൾ ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വഴങ്ങാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഈ ഒരു മത്സരം സാധ്യമായത്. അതെ, തീർച്ചയായും ജിൽസി, അങ്ങനെ സങ്കീർണമായ ചർച്ചകൾക്കെല്ലാം ഒടുവിൽ ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ തന്നെ ഹോം മാച്ച് നടക്കും എന്ന ഒരു പ്രതീക്ഷ തീരുമാനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ വൈകിട്ടോടുകൂടി ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ സ്റ്റേഡിയത്തിൽ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ്. ആവേശകരമായ പോരാട്ടം ഇന്ന് വൈകിട്ട് 7:30 ഉണ്ടായിരിക്കുക. മുംബൈ സിറ്റി FC ആണ് എതിരാളികൾ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഹോം മാച്ചാണിത്. ഈ സീസണിലെ ആദ്യത്തെ ഹോം മാച്ചാണ്. എതിരാളികൾ മുംബൈ സിറ്റി FC ആണ്. വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും അനിശ്ചിതത്തിനും ഒടുവിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് കലൂർ സ്റ്റേഡിയത്തിൽ കളിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ ഈ തർക്കം എല്ലാം രൂക്ഷമായിരുന്നു. അതിനൊടുവിലാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് മന്ത്രിയുടെ എല്ലാം ഇടപെടലിലാണ് ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ തന്നെ കളിക്കാം എന്ന തീരുമാനത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയത്. ഈ വാടക തുകയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലായിരുന്നു ഇത്തരത്തിലൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നത്. ആദ്യം ഈ സ്റ്റേഡിയത്തിന് 2 ലക്ഷം രൂപയായിരുന്നു വാടക തുക കരാറിൽ ഒപ്പിട്ടിരുന്നത്. എന്നാൽ പിന്നീട് അത് 8 ലക്ഷം വേണമെന്ന് 2 ദിവസം മുൻപെയാണ് ടീമിനെ അറിയിച്ചത്. ഇതായിരുന്നു ഈ പ്രധാനമായും ഈ പ്രശ്നത്തിലേക്ക് അനിശ്ചിതത്വത്തിലേക്ക് പോയത്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ചർച്ചകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോൾ ഇന്ന് വൈകിട്ട് 7:30 ഈ മാച്ച് ഇവിടെ നടക്കും. എന്തായാലും ഈ ബാക്കിയുള്ള തുക ഇന്ന് ഒരാഴ്ച സാവകാശമാണ് GCDയെ നൽകിയിരിക്കുന്നത് ടീമിന്. അതിൽ കൂടാതെ തന്നെ 1 കോടി രൂപയായിരുന്നു ഈ ടീം കോഷൻ ഡിപ്പോസിറ്റായി നൽകിയിരുന്നത്. അതിൽ 28 ലക്ഷം രൂപ ബ്ലാസ്റ്റേഴ്സ് വരുത്തിവെച്ച് നാശനഷ്ടങ്ങൾക്ക് ഈടാക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ ഇപ്പോഴും ഒരു തർക്കം തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്തായാലും GCDയുടെ ടീം CEO ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അവരുമായി കൂടുതൽ ചർച്ചകൾ ായിരിക്കും തീരുമാനിക്കുക. എന്തായാലും ഇന്ന് കളിക്കും, കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കല്ലൂർ സ്റ്റേഡിയത്തിൽ കളിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 7:30 കളി ഉണ്ടായിരിക്കുക. അതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സീസണിലെ അതൊരു വലിയ തരത്തിലുള്ള ആശ്വാസമാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം. ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഇന്ന് കൊച്ചിയിൽ തന്നെ നടക്കും. ഒഡീഷയാണ് എതിരാളികൾ. അതിനപ്പുറത്തേക്ക് നേരത്തെ കരാർ ഒപ്പിട്ട ഒരു തുകയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഒരു ഇരട്ടി തുക ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് GCD എത്തിച്ചേർന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതെ, തീർച്ചയായും ജിൽസി, ഈ GCDയെ ആദ്യ സന്ദർഭത്തിൽ ഈ കഴിഞ്ഞ 2 ആഴ്ച മുൻപെയാണ് ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സെന്റർ അഹമ്മദാബാദിലോട്ടോ അല്ലെങ്കിൽ കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലൊക്കെ മാറ്റും എന്നുള്ള ചർച്ചകളെല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഒരു ഫെബ്രുവരി 11 GCDയുടെ പ്രസ് മീറ്റിൽ ഈ വാടക തുക 2 ലക്ഷമാക്കി കുറച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രസ് മീറ്റ് മുഖാന്തരം മാധ്യമങ്ങളെ അറിയിച്ചതും കേരള ബ്ലാസ്റ്റേഴ്സ് കലൂർ സ്റ്റേഡിയത്തിൽ തന്നെ കളിക്കും എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. എന്നാൽ ഈ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് GCDയെ അറിയിച്ചത് ബ്ലാസ്റ്റേഴ്സിനെ, അതായത് 50% മാത്രമേ 8 ലക്ഷം തുകയാണ് ഈ വാടക എന്നുള്ളത്. അതിൽ 4.20 ലക്ഷം അടയ്ക്കണം എന്നുള്ള രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് മെയിൽ വരുന്നത്. എന്നാൽ ഇത് ടീം വിസമ്മതിക്കുകയായിരുന്നു. ഇതിൽ തുടർന്നായിരുന്നു ഇന്നലെ ചർച്ച. എന്നാൽ GCDയുടെ ഈ പെട്ടെന്നുള്ള മനംമാറ്റത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ആണെന്നുള്ള അഭ്യൂഹങ്ങളുമുണ്ട്. കാരണം ഫുട്ബോൾ അസോസിയേഷന് കോഴിക്കോടായിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ടത് എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകിലാണ് GCDയെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നൊക്കെയും അറിയാൻ കഴിയുന്നുണ്ട്, വാർത്തകൾ അറിയുന്നുണ്ട്. എന്തായാലും അതിലൊരു വ്യക്തതയൊന്നുമില്ല. എന്തായാലും അത്തരത്തിലൊരു സമ്മർദ്ദം മൂലമാണോ GCDയെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും ഇത്തരത്തിൽ ഈ 4 ലക്ഷം രൂപ ഉടനടി അടയ്ക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയതെന്നും പറയാൻ കഴിയില്ല. അങ്ങനെയും വാർത്തകളുണ്ട്. അതിലൊരു തീരുമാനമൊന്നുമില്ല.
അത് കൂടാതെ തന്നെ എന്തായാലും ഈ ഉടനടി വാടക തുക അടയ്ക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ സ്റ്റേഡിയം വിട്ടുകൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഒരു തുകയായി ഇന്നത്തെ വാടകയായി അത് ഉടനടി ഇന്ന് തന്നെ അടയ്ക്കുമെന്നും ഇത് കൂടാതെ തന്നെ ബാക്കി പെൻഡിംഗ് ഉള്ള തുക ഒരാഴ്ചക്കകം അടയ്ക്കാനുള്ള സാവകാശവും GCDA ഉടമസ്ഥർക്ക്, അതായത് ടീമിന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലൊരു GCDA ഇത്തരത്തിലൊരു സമ്മർദ്ദത്തിലേക്ക് പോകാൻ കാരണം ഈ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ഒരു തീരുമാനത്തിലാണ് അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാണ് എന്നുള്ളൊരു വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ആദ്യം തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലായിരിക്കും ഇത്തരത്തിൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വട്ടത്തെ സീസണിലെ ഹോം മാച്ചുകൾ എല്ലാം എന്നുള്ളത് തന്നെ. അതിൻ്റെ ആണോ അത്തരത്തിലൊരു സമ്മർദ്ദമാണോ ഈ GCDA ഇന്നലെയും മിഞ്ഞാന്നുമൊക്കെ ആയി ഉള്ള ഈ തീരുമാനങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ ഫസ്റ്റ് ഹോം മാച്ച് എന്തായാലും കലൂർ സ്റ്റേഡിയത്തിൽ തന്നെ കളിക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം.